ഹായ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ഒരു ബീഫ് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കടല, പരിപ്പ്, അതുപോലെ തന്നെ കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് സവാളയും ചുവന്ന മുളക് അഥവാ വറ്റൽ മുളക് എന്നിവ നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റൗ ഓണാക്കി അതിൽ പാത്രം വെച്ച് അതിൽ അല്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ നമ്മൾ ഒഴിച്ച് ഈ കടല, അതുമാതിരി പരിപ്പ്, കറിവേപ്പില, വെളുത്തുള്ളി, സവാള, ചുവന്ന മുളക് അഥവാ വറ്റൽമുളക് ഇവയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കണം. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബീഫ്, ഞാനൊരു കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഇതൊരു സാമ്പിൾ നോക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ബീഫ് നമ്മൾ കുക്കറിൽ വേവിച്ച് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നു. നന്നാക്കി ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നു. ശേഷം ഇത്രയും പറഞ്ഞ ഈ കടല, അതുമാതിരി തന്നെ പരിപ്പ്, സവാള, വറ്റൽമുളക്, വെളുത്തുള്ളി എന്നിവ നമ്മൾ നന്നാക്കി ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നു. ഇത് നമുക്ക് ഈ ഒരു പലഹാരമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈവനിങ് നമുക്ക് ചായയുടെ കൂടെയോ മറ്റൊക്കെ നമുക്കത് കഴിക്കാൻ പറ്റും. അതുപോലെ ഇത് ആഴ്ചകളോളം നമുക്ക് കേടുകൂടാതെ പാത്രങ്ങളിലും കുപ്പികളിലൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെക്കുവാനും പറ്റും. ഇത്രയും സംഭവങ്ങൾ നമ്മൾ വറുത്ത് വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ക്രഷ് ചെയ്തെടുത്തു നമ്മൾ പറഞ്ഞു. ആ ക്രഷ് ചെയ്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ടിട്ട് നമ്മൾ നന്നാക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ശേഷം ഇതിൻ്റെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഐറ്റംസിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഈ ക്രഷ് ചെയ്ത് മസാല കൂട്ടി വെച്ച ബീഫിലേക്ക് ഈ ഒരു പരിപ്പും മറ്റ് കടല, കറിവേപ്പില, വെളുത്തുള്ളി, ഉള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക് എന്നിവ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഇതൊക്കെ ഒന്ന് ചൂടൊക്കെ മാറാൻ വേണ്ടി മാറ്റി വെക്കുന്നു. ഇനി നമുക്ക് രുചിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിലൂടെ ഒരു ചെറുനാരങ്ങ നീര് നമുക്ക് എന്ത് ചെയ്യാം, ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അത്രയും ടേസ്റ്റ് ഉള്ളതായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇത് നമുക്ക് ഈവനിങ് ചായ, അതുപോലെ ഒരു സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞങ്ങളിത് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തൊരു ഐറ്റമാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.